ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. ഹാരിസിനെ കുറിച്ച് ഇനി എന്ത് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്നലത്തെയും ഒക്കെ കേട്ട ചില കാര്യങ്ങൾ, കമൻസിനൊക്കെയുള്ള മറുപടികൾക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ വലിയ ലീഡർമാരൊക്കെ സൈലൻ്റ് ആയതിനു ശേഷം വന്നിരിക്കുന്ന ഒരു ലീഡറാണ് രാജീവൻ മൗവഞ്ചേരിയോ എന്തോ ഒരു ഹോസ്പിറ്റലിൽ തൂപ്പ് ജോലിയോ അങ്ങനെ എന്തോ ആയിരിക്കാം. അപ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഹൈറച്ചിലൂടെ എനിക്ക് 2 കോടിയോ 3 കോടിയുടെ വീടൊക്കെ എടുക്കാം, മറ്റേ ഫിജീഷിനെ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഇവർ നല്ലൊരു ഘനഗാംഭീര്യമുള്ള സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു വാദമാണ് ഇന്ന് കേൾക്കാൻ ഇടയായി. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്നത് ഡിജിറ്റലിൽ പ്രശ്നമുണ്ട്, ഡിജിറ്റൽ മണി ചെയിനാണ്, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ മണി ചെയിനാണ്. നമുക്ക് ഇതുവരെ സക്സസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊന്നും ഇല്ല, നമുക്ക് ഭാവിയിൽ പ്രൊജക്റ്റുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത് പക്കാ മണി ചെയിൻ ആയതുകൊണ്ട് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ചായപ്പൊടിയും പുതപ്പും വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഏതോ കരിങ്കാലികൾ ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ ഇതിനെ പൊളിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 3100 കോടി കട്ടതൊന്നും പോരാ, ഇനിയും അവസരം ബഡ്സ് അതോറിറ്റി തരണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ 3000 കോടി കട്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ഇങ്ങനെ പൂട്ടിക്കുമല്ല വേണ്ടത്. ഇനിയും നമുക്ക് അവസരം തരണം. ഞാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവനൊക്കെ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓനും ഇതേപോലെ തന്നെ 2 കോടി 3 കോടിയൊക്കെ ഉണ്ടാക്കാനുള്ള അവസരം തരണം എന്നാണ് രാജീവേട്ടൻ്റെ ഒരു ആഗ്രഹം. അതിൻ്റെ ആഗ്രഹം മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ആദ്യമൊന്നും പറയണ്ട, എല്ലാവരും ഓക്സിജനിൽ കയറിയിരിക്കുകയാണ്. എന്തായാലും ഓക്സിജനിൽ ജോയിൻ ചെയ്തോ, അറ്റ്ലീസ്റ്റ് ഒരു വാച്ചെങ്കിലും കിട്ടുമെന്നാണ് പറയാനുള്ളത്. ബൈ.